ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് സ്വന്തം കാണികൾക്ക് മുന്നിൽ ഈഡൻ ഗാർഡനിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 65 റൺസിന്റെ പരാജയം. ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച KKR ഇന്ന് SRHന് ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി ട്രേവിസ് ഹെഡും അഭിഷേക് ശർമ്മയും മികച്ച ഒരു തുടക്കമാണ് ഇന്ന് നൽകിയത്. ട്രേവിസ് ഹെഡ് 3 സിക്സിൻ്റെയും 6 ഫോറുകളുടെയും അകമ്പടിയോടെ 21 പന്തുകളിൽ 46 റൺസ് എടുത്തപ്പോൾ അഭിഷേക് ശർമ്മ 4 സിക്സിൻ്റെയും 4 ഫോറിൻ്റെയും അകമ്പടിയോടെ 21 പന്തുകളിൽ 48 റൺസ് എടുത്ത് മികച്ചൊരു തുടക്കമാണ് ഇരു ഓപ്പണർമാരും ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന് നൽകിയത്. ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ രക്ഷകനായ ഇഷാൻ കിഷന് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കാര്യമായി സ്കോർ നേടാൻ സാധിച്ചില്ല. 9 പന്തുകളിൽ 14 റൺസാണ് ഇഷാൻ കിഷന് നേടാനായത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ക്ലാസൻ ഇന്ന് ക്ലാസും മാസും ചേർന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കാഴ്ചവെച്ചത്. 35 പന്തുകളിൽ 52 റൺസ് എടുത്തു. ഒരു 6ഉം 4 ഫോറും അടങ്ങുന്നതായിരുന്നു ക്ലാസന്റെ ഇന്നിങ്സ്. നിതീഷ് കുമാർ റെഡ്ഡിയും SRHന് നല്ലൊരു സ്കോർ നേടിക്കൊടുത്തു. 24 പന്തുകളിൽ 39 റൺസ്, ഒരു 6ഉം 4 ഫോറും അടക്കം. 20 ഓവർ പൂർത്തിയാകുമ്പോൾ ഈഡൻ ഗാർഡനിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയെടുത്തത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 226. 227 എന്ന വിജയലക്ഷ്യത്തിലേക്ക് KKRന് വേണ്ടി ഓപ്പൺ ചെയ്തത് അജിങ്ക്യ രഹാനെയും ഫിൻ അലനുമായിരുന്നു. ആദ്യ ബോളിൽ അജിങ്ക്യ രഹാനെ സിംഗിൾ നേടിക്കൊണ്ട് ഫിൻ അലനിലേക്ക് സ്ട്രൈക്ക് കൈമാറിയപ്പോൾ പിന്നീട് ശേഷിച്ച ആദ്യ ഓവറിന്റെ 5 പന്തുകളിൽ നേടിയെടുത്തത് 24 റൺസുകളായിരുന്നു. 3 ഫോറുകളും 2 സിക്സുകളും അടങ്ങുന്നതായിരുന്നു ആ ഒരു ഓവറിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി സ്വന്തം കാണികൾക്ക് മുന്നിൽ ഫിൻ അലന്റെ വെട്ടിക്കെട്ട്. സെക്കൻഡ് ഓവറിന്റെയും ആദ്യ ബോളിൽ സിംഗിൾ കൊണ്ട് സ്ട്രൈക്ക് വീണ്ടും ഫിൻ അലനിലേക്ക് നൽകിയപ്പോൾ ഫിൻ അലൻ വീണ്ടും ഫോറടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. 7 പന്തിൽ 28. എന്നാൽ അടുത്ത പന്തിൽ ഹർഷ ദുബെ സ്വന്തം ബൗളിംഗിൽ റിട്ടേൺ ക്യാച്ചിലൂടെ ഫിൻ അലനെ മടക്ക ടിക്കറ്റ് നൽകിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആരാധകർക്കിടയിലേക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചു. പിന്നീട് അല്പമെങ്കിലും ഒന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഭീഷണി ഉയർത്തിയത് രഘുവൻഷി മാത്രമായിരുന്നു. 29 പന്തുകളിൽ 52 റൺസ് എടുത്തു. 2 സിക്സുകളും 6 ഫോറുകളും അടങ്ങുന്നതായിരുന്നു രഘുവൻഷിയുടെ ഇന്നിങ്സ്. എന്നാൽ റെക്കോർഡ് തുകക്ക് വിളിച്ചെടുക്കപ്പെട്ട കാമറൂൺ ഗ്രീനിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2 പന്തിൽ 2 റൺസുമായി കാമറൂൺ ഗ്രീൻ കളം വിട്ടു. ഒരു 6ഉം 4 ഫോറും അടക്കം 25 പന്തുകളിൽ 35 റൺസ് എടുത്തെങ്കിലും റിങ്കു സിംഗിന് തന്റെ പഴയ ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കൃത്യതയാർന്ന ബൗളിങ്ങിന് മുന്നിൽ ഓരോ ബാറ്റർമാരും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 4 ഓവറുകൾ ശേഷിക്കെയാണ് 161 റൺസിന് KKR ഇന്ന് സ്വന്തം കാണികൾക്ക് മുന്നിൽ ഓൾ ഔട്ടായത്. അജിങ്ക്യ രഹാനെയുടെ ക്യാപ്റ്റൻസിയിൽ ഒട്ടനവധി ആശങ്കകൾ ഉണർത്തുന്ന മത്സരമായിരുന്നു ഇന്നത്തേത്. ടോസിന്റെ ഭാഗ്യം ലഭിച്ചിട്ടും സ്വന്തം കാണികൾക്ക് മുന്നിൽ ബാറ്റിംഗ് തെരഞ്ഞെടുക്കാതെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് വിട്ടത് തന്നെ ആരാധകർക്കിടയിൽ ആശങ്കയുളവാക്കി. മാത്രമല്ല 227 എന്ന വലിയ ടാർഗറ്റിലേക്ക് ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ അജിങ്ക്യ രഹാനെക്ക് പകരം സുനിൽ നരേനെ ഇറക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അതുപോലും മാറ്റി നിർത്തിയാണ് അജിങ്ക്യ രഹാന ഫിൻ അലന് കൂടെ ഓപ്പണിങ്ങിലെത്തിയത്. 10 പന്തുകൾ നേരിട്ട് 8 റൺസ് മാത്രമാണ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനയ്ക്ക് നേടാനായത്. ഇതെല്ലാം തോൽവിയിലേക്കുള്ള കാരണങ്ങളായി വിലയിരുത്തപ്പെട്ടേക്കും. കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് KKR ഏറ്റവും പിറകിലാണ്. 2 മത്സരങ്ങളിൽ 2 പോയിന്റോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് തുടരുന്നു. കൊൽക്കത്തയ്ക്ക് വേണ്ടി മുസ്തഫിസുർ റഹ്മാന് പകരമെത്തിയ ബ്ലെസ്സിംഗ് മുസറാബാനി നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 4 ഓവറിൽ 44 റൺസിന് 4 വിക്കറ്റുകളാണ് സിംബാബ്വേയുടെ ബ്ലെസ്സിംഗ് നേടിയെടുത്തത്. പക്ഷേ ഇവിടെയും പ്രതിസന്ധിയിലാക്കുന്നത് വരുൺ ചക്രവർത്തിയുടെ ബൗളിംഗ് തന്നെയാണ്. ഒരു മത്സരം തന്നെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ബൗളറാണ് വരുൺ ചക്രവർത്തി എന്നതിൽ സംശയമില്ല. പക്ഷേ അത്തരം ഒരു ബൗളറിൽ നിന്ന് 2 ഓവറിന്റെ സേവനം മാത്രമാണെന്ന് KKRന് ലഭിച്ചത്. 2 ഓവർ ബൗൾ ചെയ്തപ്പോഴേക്ക് 31 റൺസാണ് വരുൺ ചക്രവർത്തി വഴങ്ങിയത്. മാത്രമല്ല കാമറൂൺ ഗ്രീനിനെ പോലത്തെ ഓൾറൗണ്ടർമാരെ ഇന്ന് ബൗളിങ്ങിന് പരീക്ഷിച്ചിട്ടുമില്ല. അതും ക്യാപ്റ്റൻസിയിലെ പിഴവായി ഒരു പക്ഷേ ആരാധകർ ചൂണ്ടിക്കാണിച്ചേക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി മികച്ച ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്നത്തെ കളിയിലെ താരം. 2 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും 24 പന്തുകളിൽ 39 റൺസും നേടിക്കൊണ്ടാണ് നിതീഷ് കുമാർ റെഡ്ഡി കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.